എന്നിട്ട് എങ്ങനെ പോന്നു? നല്ലായിരുന്നു. ഇനിയിപ്പോൾ ഈ ക്ലാസ്സിലെ ഫാദർ ഈ ക്ലാസ്സിലെ കുട്ടികൾ വരുമ്പോഴേ ഫാദർ ഇവിടെ വന്ന് അവരുടെ ക്ലാസ് സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും. കാരണം ഫാദർ വന്നപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ. ഓ, ആ വർക്ക് അടിപൊളിയായിട്ടുണ്ടെന്നോ? യാ ഓ ഫാദർ, അത് നമ്മുടെ ഇവിടെ ഒക്കെ അജു ചായൻ. ഈ ക്ലാസ്സിലെ കുട്ടികൾ പിന്നെ PT പോയേക്കുവാണ്. അപ്പോൾ അവരെ കാണാനായിട്ട് പിന്നെ ഗ്രൗണ്ടിൽ പോയാലോ? സത്യത്തിൽ ഞങ്ങൾ 5D ക്ലാസ്സിൽ പോയി. അപ്പോൾ 5Dക്കാരെ സാറ് PT കൊണ്ടുപോകുന്ന വിചാരിച്ചിട്ടാണ്. നിങ്ങളിവിടെ 5Dക്കാരെ കാണാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് അവിടെ പോയി തന്നെ കാണാം. അവരുടെ ക്ലാസ് നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മുടെ ഗ്രൗണ്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഒരുപാട് കുട്ടികൾക്ക് ഒരേ സമയം തന്നെ കളിക്കാൻ ഒരുപാട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും സുഖമാണോ? ഓക്കെ. പിന്നെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഞങ്ങൾ തിരിച്ചു പോവാണ്. നിങ്ങളുടെ വർക്ക് അടിപൊളിയായിട്ടുണ്ട്, എല്ലാം ഭംഗിയായിട്ടുണ്ട്. ഒരുപാട് നല്ല വെറൈറ്റി സ്റ്റാറുകൾ കാണുന്നുണ്ട്. ഓക്കെ, കൊള്ളാം. ഫാദർ ഇന്ത്യയിൽ വന്നിട്ട് ഈ ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ചെയ്ത് കാണാൻ ഞങ്ങൾ ഒരുപാട് ആഗ്രഹം പറഞ്ഞു. അങ്ങനെ ഇവര് മലയാളം മീഡിയമാണ് ഫാദറെ. അപ്പോൾ പിന്നെ കുറച്ച് പേരെ ഉള്ളെങ്കിലും ഓക്കെ. करियो श्याम सिंह करियो करियो ഈ വർക്ക് ആരാ ചെയ്യുന്നത്? നല്ല മനോഹരമായിരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. ആരാ?
അതിനുശേഷം ഞാൻ നിങ്ങളോട് ഗ്രൂപ്പിലൂടെയോ അല്ലാതെയോ അറിയിക്കുന്നതായിരിക്കും ഏറ്റവും ഭംഗിയായ ഡെക്കറേഷൻ. നാല് പേരുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് ഇന്നലെ ഞാനായിട്ട് കുറേ നേരം സംസാരിക്കുന്നത് ഞാൻ എഴുതാനാണ് തുടങ്ങിയത്. അദ്ദേഹം പറയുന്നത് ഈ കൊച്ചു കേരളത്തിൽ Shamshin. അദ്ദേഹം ചോദിക്കുന്നത് ആരും സ്റ്റാർ ഉണ്ടാക്കിയ ആരാണെന്നോ? ആരാണ് ഉണ്ടാക്കിയത്?
കോമഡി കാണാം. 5D എന്താ പറയുന്നത്? ഫൈവ് ഡിക്കാർ ഫാദർ ഇവിടെ ആയിരുന്നു. Happy Christmas. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ നിങ്ങളെ കണ്ടില്ല. അപ്പൊ നിങ്ങൾ എവിടെ പോയേക്കുമായിരുന്നു? ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കുന്നുണ്ടോന്ന്? വർക്ക് ചെയ്യാൻ അവിടെ നിങ്ങളുടെ വർക്ക് അദ്ദേഹം ക്ലാസ്സിൽ പോയി കണ്ടു. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ മൂലയ്ക്കത്തൊരു ക്ലാസ് ആണെങ്കിലും അത് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ, അത് അഴിച്ചു മാറ്റപ്പെടാത്ത രീതിയിൽ ഭംഗിയായ രീതിയിൽ ഡെക്കറേഷൻ ചെയ്തു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായി. പിന്നെ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി അലഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം ഇന്നലെ ഫിൻലാൻഡിൽ നിന്ന് വളരെ ക്ഷീണിതനായിട്ടാണ് അദ്ദേഹം എത്തിയത്. രാത്രി ഷെഫ്റ്റിച്ചന്റെ വീട്ടിലായിരുന്നു താമസിച്ചത്. കഴിഞ്ഞിട്ടെ അദ്ദേഹം ഒരുപാട് പേടിച്ചാണ് ഇവിടെ എത്തിയത്. കുടുംബ സംഘം ഇറങ്ങിയതൊക്കെ അറിഞ്ഞിട്ട് കൂടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഫ്രണ്ട്സ് ശരിക്കും ക്ഷീണിച്ചു. അവിടെ ഫ്രണ്ട്സിന് സ്റ്റാഫ് റൂമിൽ എത്തിയേക്കുവാണ്. 4 പേരായിരുന്നു വന്നത്. 3 പേരെ സ്റ്റാഫ് റൂമിൽ ഇട്ടിട്ട് വയ്യ. അപ്പോൾ പിന്നെ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഗ്രൗണ്ടിലെല്ലാം പോയി നോക്കുമ്പോൾ വേറെ കുട്ടികളാണ്. അദ്ദേഹം ഒന്ന് ചമ്മീന്ന് പറഞ്ഞ്. അപ്പം എന്നാലും പിന്നെ തിരിച്ച് എന്നാലും നിങ്ങളെ കാണണം, ആ വർക്കൊക്കെ കണ്ടപ്പോൾ നിങ്ങളെ കണ്ടേ മതിയാവുന്നുള്ള ആഗ്രഹം കൊണ്ട് ഇവിടെ വന്നതാണ്. ഈ പ്രശ്നങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിലും കേരളത്തിനെ ആകർഷിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അർജുന്റെ കേസ് അദ്ദേഹം അറിഞ്ഞു, വയനാട്ടിലെ ദുരന്തം അറിഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ പോലും നടക്കുമ്പോൾ ആ ഒരു വിഹിതം വയനാട്ടിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഫണ്ടെല്ലാം അങ്ങോട്ട് തന്നെ കൊടുത്തു. അപ്പോൾ ഫ്ലൈറ്റിൽ തിരിച്ചു പോകണം ചേർത്തിട്ട് ഞാൻ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ പിന്നെ എന്തായാലും അദ്ദേഹം കുറച്ച് നാൾ ഇവിടെ കാണും. സ്കൂളിലെ ക്രിസ്മസ് പരിപാടികൾ